അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്രം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ. 3 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അന്വേഷണത്തിന് ഉന്നതതല സമിതി കേന്ദ്രം രൂപീകരിച്ചിട്ടുണ്ട്. എത്ര കാലാവധി, എത്ര നാൾക്കുള്ളിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? വിവരങ്ങൾ. രോഹിണി, 3 മാസത്തിനകം ഇതിന്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ കമ്മിറ്റി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തര സെക്രട്ടറിയാണ് ഈ സമിതിയുടെ തലവൻ എന്നത് കൂടാതെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഹോം സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ പദവിയിലുള്ള 2 IAS ഉദ്യോഗസ്ഥർ, അതുകൂടാതെ ഈ വ്യോമയാന മന്ത്രാലയത്തിന്റെ സെക്രട്ടറി, ഒപ്പം ഗുജറാത്ത് സർക്കാരിന്റെ ഒരു പ്രതിനിധി ഉണ്ടാകും. ഇത്രയും പേരടങ്ങുന്ന ഒരു ഉന്നതതല സമിതിയാണ് ഇപ്പോൾ ഈ വിഷയം അന്വേഷിക്കുന്നത്. പ്രധാനമായും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പരിശോധിക്കുക എന്നത് തന്നെയാണ് ഈ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത്. ഒപ്പം ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയും ഈ ഉന്നതതല സമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. നമുക്കറിയാം, ഇത് കൂടാതെ തന്നെ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ സമാന്തരമായ രീതിയിലുള്ള മറ്റൊരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അത് സാങ്കേതിക തകരാറാണോ അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വളരെ വിശദമായ ഒരു അന്വേഷണം സമാന്തരമായി നടക്കുന്നത് കൂടാതെയാണ് ഈ ഉന്നതതല സമിതി കേന്ദ്ര സർക്കാരും ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ളവ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിരുന്നു. ഈ വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണവും DGCA അന്വേഷണവും ഒക്കെ കൂടാതെ ദേശീയ അന്വേഷണ ഏജൻസി, ഭീകര സ്വഭാവമുള്ള കേസുകൾ അന്വേഷിക്കുന്ന NIA ഒരു സംഘവും ഇന്നലെ ഈ അപകടം നടന്ന പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഉന്നതതല സമിതി ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. അതും ഹോം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു. 3 മാസത്തിനകം ഈ അപകടം സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സമിതി സർക്കാരിന് കൈമാറും. രോഹിണി. ഗൗതം, അതോടൊപ്പം ഈ ഉന്നത സമിതി രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്രം. അവർ അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ DGCA അന്വേഷണം നടക്കുന്നുണ്ട്. വിവിധ അന്വേഷണ ഏജൻസികൾ ദേശീയ തലത്തിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, US-ഉം UK-യിൽ നിന്നുമുള്ള വിദഗ്ധരടങ്ങുന്ന ഒരു സംഘം ഈ ഒരു അപകടത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സമഗ്രമായ ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന തരത്തിൽ തന്നെ ആയിരിക്കുമോ ഈ എല്ലാത്തിൻ്റെയും റിപ്പോർട്ടുകൾ പരിശോധിച്ച് കേന്ദ്ര സർക്കാർ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുക? രോഹിണി, വ്യത്യസ്ത രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് സമാന്തരമായിട്ടാണ് ഇപ്പോൾ ഈ ഉന്നതതല സമിതിയുടെ അന്വേഷണം. ഉന്നതതല സമിതി പ്രധാനമായും ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നതിന് ഉപരിയായി ഈ ഇത്തരം വിഷയങ്ങൾ, അതായത് ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളാകും ഈ സമിതി സർക്കാരിന് കൈമാറുക എന്നുള്ളത്. കാരണം ഈ അപകടത്തിന്റെ കാരണവും അല്ലെങ്കിൽ അതിലെ അട്ടിമറി സാധ്യതകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇത്ര വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ മറ്റ് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. ഈ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുക. പ്രത്യേകിച്ച് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് നേരെ അടുത്ത കാലത്ത് പല രീതിയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട ഈ വിമാനം തന്നെ രാജ്യതലസ്ഥാനത്ത് നിന്ന് ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പറക്കുന്ന ഘട്ടത്തിൽ ആ വിമാനത്തിനകത്ത് നിന്നും അതിലെ യാത്രക്കാർ പകർത്തിയ ചില ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ വൈറലായിരുന്നു. അതായത് ആ വിമാനത്തിന് ചില കേടുപാടുകൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള യാത്ര തന്നെ. അപ്പോൾ ഇത്തരം പരാതികളും മറ്റും വളരെ മുൻപ് തന്നെ ഉയർന്നിരിക്കുന്നു. പഴക്കം ചെന്ന വിമാനങ്ങൾ പറത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളുണ്ട്. അതിനാൽ തന്നെ ഇത്തരം ആകാശ ദുരന്തങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കി എങ്ങനെ 100% സുരക്ഷിതമായിട്ടുള്ള യാത്രക്കാർക്ക് നൽകാം എന്നതിനെ പറ്റിയുള്ളൊരു കൃത്യമായ പഠനമാകും ഈ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സമിതി പ്രധാനമായും നടത്തുക. ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ടാകും 3 മാസത്തിനകം കേന്ദ്ര സർക്കാരിന് സമിതി നൽകുക. ശരി ഗൗതം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിച്ച കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ. 3 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.